നമ്മുടെയും ഈ ദേശത്തിൻ്റെയും ഭാഗ്യമാണ് മാർ അന്ത്രയോസ് ബാവ. എന്നെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, പേർഷ്യൻ നാടുകളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഇത്ര ദൂരം യാത്ര ചെയ്ത്, അന്ത്രയോസ് ബാവ ഒറ്റയ്ക്കായിരുന്നില്ല, പിതാവിനോടൊരു സംഘം ആളുകൾ കൂടി ഉണ്ടായിരുന്നു. ഇത്രയും യാത്ര ചെയ്ത് ഈ ദേശത്ത് വന്ന് പാർക്കുവാൻ അവർക്ക് ഉണ്ടായിരുന്ന പ്രചോദനം എന്താണ്? ചിന്തിക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല, അവർ ദൈവവചനത്തിൽ അത്രത്തോളം വിശ്വസിക്കുകയും ദൈവവചനത്തെ പ്രണയിക്കുകയും അതിനെ പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഈ വചന ശുശ്രൂഷയുടെ സമ്മേളനം ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ പരിശുദ്ധ പിതാക്കന്മാർ പ്രണയിച്ച, പ്രചരിപ്പിച്ച ആ ദൈവവചനം ഇന്നും ജീവനുള്ള വചനമായി തന്നെ നിലനിൽക്കുന്നു. കുറച്ചു മുമ്പ് നാം വായിച്ചു കേട്ട സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യം നമ്മളെല്ലാ സന്ധ്യാനമസ്കാരത്തിലും ഉപയോഗിക്കുന്നതാണ്. 119 സങ്കീർത്തൻ്റെ 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഈ വചനമാണ് അഗ്നിസ്തംഭം പോലെ നിന്നുകൊണ്ട് ഈ പിതാക്കന്മാരെ ഈ ദേശത്തിലേക്ക് ആനയിച്ചത്. അത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. ദൈവത്തെ സ്തുതിക്കാം. ഈ 334 ശ്രാദ്ധപ്പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഈ പിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പരിശുദ്ധ അന്ത്രയോസ് ബാവായുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവവചനത്തെ ഒരു വിത്തായിട്ട് യേശുമ്പുരാൻ ഉപമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 4 അധ്യായത്തിൽ വിത്തുകളുടെ ഉപമ യേശുമ്പുരാൻ വിശദീകരിക്കുമ്പോൾ ഇത്രത്തോളം വ്യക്തമായി വിശദീകരിച്ച മറ്റൊരു ഉപമയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് വചനമാണ് എന്ന് പറയുന്നു. ആ വചനമാണ് ഇന്നിവിടെ പാകപ്പെടുന്നത്. ഇവിടെ വിതയ്ക്കുന്നത് ഈ വചനമാണ്. ഓരോ കൺവെൻഷൻ ഗ്രൗണ്ടിലും വിതയ്ക്കപ്പെടുന്നത് ഈ വചനമാണ്. ഈ വചനം തളർത്ത് വളരേണ്ടത് ആവശ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ വായിച്ച വന്യനായ ബോബി ജോസ് അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ വചനത്തിന് ചില പ്രതീകങ്ങൾ, വിത്തിന് ചില പ്രതീകങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുകയാണ്, വിത്ത് ഉണർവിൻ്റെ ഒരു സൂചനയാണ്. വിത്ത് ഉണർവിൻ്റെ ഒരു സൂചനയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ ഉപമയിൽ പറയുകയാണ്, ഈ വിത്ത് വിതച്ചിട്ട് അത് ശത്രു വന്ന് നശിപ്പിക്കാതിരിക്കുവാനായിട്ട് ജാഗ്രതയോടുകൂടി ഇരിക്കണം, ഉണർവോടുകൂടി ഇരിക്കണം. പലപ്പോഴും നമ്മളും കൺവെൻഷനൊക്കെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ മനസ്സൊന്നും അടുത്ത് ചിലപ്പോൾ ചെറിയ മയക്കത്തിലേക്ക് വരെ പോകാം. ചിലരുടെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞ് എന്താ പ്രസംഗം ചോദിച്ചാൽ, നോബിനച്ചൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു, എന്താ പ്രസംഗിച്ച്, നല്ല പ്രസംഗമായിരുന്നു, എന്താ പ്രസംഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, അത് പിശാച് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. അതോടെ ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണം. യേശുമ്പുരാൻ അവസാനം വരെയും നൽകുന്ന ഒരു സന്ദേശം ഇതാണ്, ജാഗ്രതയോടുകൂടി ഇരിക്കണം, ഉണർവോടുകൂടി ഇരിക്കണം. പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലമാണ്. ഈ നോമ്പിൻ്റെ കാലത്തൊരു പ്രത്യേകതയുണ്ട്. പിശാച് ഇറങ്ങുന്ന സമയമാണ്. പിശാച് ഇളകുന്ന സമയമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് അറിയാതെ തന്നെ ദേഷ്യം ഇങ്ങനെ പുറത്തു വരും. പറയേണ്ടാത്തൊക്കെ അങ്ങ് പറഞ്ഞു തിരിക്കും. സൂക്ഷിച്ചോണം. പിശാച് നമ്മളെ പലപ്പോഴും പ്രേരിപ്പിക്കും, തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിൽ. കാരണം അവന് ഭയമാണ് നോമ്പിനെ. അതുകൊണ്ട് നമ്മെ നോമ്പിൽ നിന്ന് തെറ്റിക്കുവാനായിട്ട് അവനാവുന്നൊക്കെ ശ്രമിക്കും. അതോടെ ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഈ വചനത്തിലൂന്നി ഉണർവോടുകൂടി ഇരിക്കുവാനായിട്ട് ഓർപ്പിക്കുക. മറ്റൊന്ന്, വന്യനായ ബോബി ജോസ് അച്ഛൻ പറയുന്നു, ഈ വിത്ത്
ഒരുപാട് സാധ്യതകളുടെ സൂചനയാണ്. വചനം സാധ്യതകളുടെ സൂചനയാണ്. ഒരു വിത്ത് വിതച്ച് അത് വളർന്ന് ഒരു ചെടിയായി, മരമായി, ഇലകളും ഫലങ്ങളും പുറപ്പെടുവിക്കുന്ന പോലെ ധാരാളം സാധ്യതകൾ ഈ വിത്തിലുണ്ട്, ഈ വചനത്തിലുണ്ട്. നോബിനച്ഛനും തുടർന്നുള്ള ദിവസങ്ങളുള്ള സുവിശേഷ പ്രസംഗർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ വചനം സ്പർശിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ, യഥാർത്ഥത്തിൽ അത് അപ്രോക്രിഫൽ പുസ്തകത്തിൽ ഒരു കാര്യമാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കാണുകയില്ല. ഈ മന്ന ഭക്ഷിച്ച ഇസ്രായേലിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. മരുഭൂമിയിൽ 40 വർഷം മന്ന ഭക്ഷിച്ച ഇസ്രായേലിയർക്ക് ഈ മന്ന ഓരോരുത്തർക്കും അവരുടെ രുചിക്ക് അനുസൃതമായി അത് രൂപാന്തരപ്പെട്ടു. എങ്ങനെ? മന്ന ഭക്ഷിച്ച ഓരോ വ്യക്തിക്കും അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് ആ മന്ന രൂപാന്തരപ്പെട്ടു. ഞാൻ മധുരമൽപ്പം ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ മന്ന കഴിച്ചാൽ അത് മധുരമായിട്ടിരിക്കും. പലർക്കും എരിവ് ഇഷ്ടമുള്ള ആളാണ്, അത് കഴിച്ചാൽ എരിവോട് കൂടിയിരിക്കും. ചിലർക്ക് പുളിയാണ് അല്പം ഇഷ്ടം. ഏത് രുചിയാണ് നമുക്കിഷ്ടം അതിനനുസരിച്ച് രൂപപ്പെടും. എന്നതുപോലെ ഈ വചനം നമ്മുടെ ആവശ്യം ഉതകുന്ന രീതിയിൽ രൂപപ്പെടുമെന്നുള്ളതാണ് ഈ വിത്തിൻ്റെ, വചനത്തിൻ്റെ മറ്റൊരു സാധ്യത. ധാരാളം സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പിൽ അതിനുണ്ടാവേണ്ട ഒരു സാധ്യത എനിക്ക് തോന്നുന്നു മാനസാന്തരമാണ്, മനസ്സിൻ്റെ രൂപാന്തരമാണ്, മനസ്സിൻ്റെ മാറ്റമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ക്ഷമ എന്നൊരു ഭാഗം. ഈ നോമ്പിൽ നമ്മെ നൊമ്പരപ്പെടുത്തിയവരോട്, നമ്മെ നിന്ദിച്ചവരോട് നമുക്കൊന്ന് ക്ഷമിക്കുവാൻ സാധിക്കണം. അതിന് ഞാനും പരിശ്രമിക്കുന്നുണ്ട്, എനിക്കും പരിശ്രമം ആവശ്യമാണ്. പക്ഷെ നോമ്പിൽ നമുക്കതൊരു നമ്മുടെ മുഖ്യ അജണ്ട ആയിട്ട് വെക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില നൊമ്പരങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അവരോടൊക്കെ, അതിന് കാരണക്കാരോടൊക്കെ ഒന്ന് മനഃപൂർവ്വം, ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ദൈവം സാധിക്കട്ടെ. ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് എൻ്റെ ആമുഖ വാക്കുകൾ നിർത്തിക്കൊള്ളാം. ഈ വചനം പ്രത്യാശ, പ്രതീക്ഷ നൽകുന്നതാണ്. വലിയ പ്രതീക്ഷയാണ്. ഒരു വിത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഈ വിത്ത് വിതച്ച് ഇതൊരു ചെടിയായി, മരമായി ഫലം പുറപ്പെടുവിക്കും എന്ന് വലിയൊരു പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ വചനം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. രോഗവും പ്രയാസവും നിരാശയും ഒക്കെ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വലിയ പ്രത്യാശയാണ്. ഞാൻ ഈ നാനാജാതി മതസ്ഥരെന്നുള്ളൊരു പ്രയോഗത്തിനോട് എനിക്ക് വിയോജിപ്പുള്ള ഒരാളാണ്. എല്ലാ ജനവിഭാഗങ്ങളും നമുക്ക് വാക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ വിത്ത് വചനം വലിയ പ്രത്യാശ നൽകുന്നു. കാരണം നാരായണ ഗുരു പറഞ്ഞ ജാതി ചോദിക്കുന്നില്ല, ഞാൻ ആരുടെയും ജാതി പറഞ്ഞുകൂടാ, ചോദിച്ചുകൂടാന്നാ. അങ്ങനെ ജാതികൾ എന്ന് പറഞ്ഞ രീതി പറഞ്ഞ് നമുക്ക് ആരെയും വേർതിരിക്കാനുള്ള അനുവാദമില്ല. നമ്മൾ ഈ ജാതി പറയുന്നതിനെ നിർത്തണം, ആ വാക്കും പ്രയോഗം നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ വിത്ത്, ഈ വചനം വലിയ പ്രത്യാശ നൽകുന്നു. ഇത് നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഇത് നമ്മുടെ ജോലിയാണ്. നമ്മൾക്കൊരു വിളിയുണ്ട്. ഈ ദൈവവചനമാകുന്ന വിത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഇതിൻ്റെ ഉള്ളിലെ പ്രത്യാശ, സാധ്യതകൾ, ഇതിലെ ഉണർവ്, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള വിളി ഈ കേൾക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഞാൻ കേട്ട ദൈവവചനം ഇതാണ്, നീ ഒന്ന് കേൾക്കണമായിരുന്നു. ദൈവം വലിയ പ്രത്യാശ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ദൈവവചനം വലിയ ശക്തിയാണ്, അതെൻ്റെ പാതയ്ക്ക് വിളക്കാണ്. അത് മതി എനിക്ക്. ഈ ദൈവവചനം കൊണ്ട് ഞാൻ എത്ര ദൂരെ യാത്ര ചെയ്താലും എനിക്കൊരു ഭയവുമില്ല. ഏത് ഇരുട്ടിൽ പോയാലൊരു ഭയമില്ല. ഈ ദൈവവചനം എനിക്ക് മതിയാവുന്നതാണ്, എൻ്റെ ജീവിതത്തിന് മതിയാവുന്നതാണ്. അശ്രേഷ്ഠമായ ദൈവവചനമാണ് ഇവിടെ വിതയ്ക്കപ്പെടുന്നത്. നോബിനച്ഛനും തുടർന്നുള്ള എല്ലാ പ്രസംഗരും ചെയ്യുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിത്ത് വളരുന്ന വലിയ വൃക്ഷമായി ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നമ്മുടെ ജാഗ്രതയ്ക്കും നമ്മുടെ സാധ്യതകൾ ഉണർത്തുവാനും പ്രത്യാശയ്ക്കും പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കാരണമായി ഈ വചനം തീരട്ടെ.